ഹായ്. അഡിക്ഷൻസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി എന്താണ് അഡിക്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയും ചില കാര്യങ്ങളോടുള്ള ഒരു അമിതമായ താല്പര്യം. ശരിക്കും അതിൻ്റെ ഒരു മലയാളത്തിലുള്ളൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ആസക്തി, നിയന്ത്രണ വിധേയമില്ലാത്ത ഒരു വികാരത്തിന് നമ്മൾ ആസക്തി എന്ന് പറയുന്നു. എന്നാൽ ഇതിനെ നമ്മളൊരു മൂന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലൈക്സ്, നമ്മുടെ ഇഷ്ടങ്ങൾ, അത് ഇഷ്ടങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടു, നമുക്ക് പലതും ഇഷ്ടപ്പെടും, അതെല്ലാം സ്വന്തമാക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യണമെന്നൊന്നും നമുക്കില്ല. പക്ഷെ ഡിസയർ, താല്പര്യങ്ങൾ, അത് നമുക്ക് താല്പര്യമുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, എവിടെയെങ്കിലുമൊക്കെ കാണണം. പക്ഷേ അത് അവിടെ പോയില്ലെങ്കിലും കണ്ടില്ലെങ്കിലും അതെന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ നമുക്കതിന് കൺട്രോളബിളാണ്. പക്ഷേ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ആസക്തി എന്ന് പറഞ്ഞാൽ നിയന്ത്രണ വിധേയമല്ലാത്തൊരു വികാരമാണ്. അത് നമുക്ക് ഇതുപോലെ കൺട്രോളബിൾ അല്ല, അൺകൺട്രോളബിളാണ്. ഇപ്പോൾ ഈ അഡിക്ഷൻ, ആസക്തി എന്ന് പറയുമ്പോൾ ഏതൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആസക്തി, അല്ലെങ്കിൽ ചിലർക്ക് ഫുട്ബോൾ ഭയങ്കര മാനിയ പോലെയാണ്. ഫുട്ബോൾ ഫുൾ ടൈം കാണുക, ടി വിയിലും മൊബൈലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കളിക്കാൻ പോവുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഗെയിംസ് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഗെയിം അഡിക്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുൾ ടൈം അവർ ഗെയിമിൽ ഏർപ്പെടുക, പിന്നെ അത് നൈറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഉറങ്ങുന്ന സമയം. അപ്പോൾ നൈറ്റ് ഫുള്ള് ഈ ഗെയിം അഡിക്ഷനുള്ള കുട്ടികൾക്ക് പിന്നെ രാവിലെ ഉണരാനോ, പിന്നെ അവർക്ക് റൂട്ടീൻ എക്സസൈസ് അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിലേക്കൊക്കെ ടൈമിൽ എത്താനോ, പിന്നെ പോകേണ്ടത് തന്നെ പകൽ ഉറങ്ങുന്നു, രാത്രി നമ്മൾ അഡിക്റ്റഡ് ആകും. അപ്പോൾ അഡിക്ഷൻ നമുക്ക് ഏതൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അത് നമുക്ക് ഡ്രിങ്ക്സിനോട് വരാം, സ്മോക്കിനോട് വരാം, ഡ്രഗ്സിനോട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ്. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ പല MDMA മുതൽ കനബീസ് എന്ന് വേണ്ട നിരവധി അഡിക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമല്ല അഡിക്ഷൻസ് ഉണ്ടാവും. ഈ അഡിക്ഷനിലേക്ക് നമ്മൾ, പ്രത്യേകിച്ച് യൂത്ത്, ഇപ്പോൾ ഏത് പ്രായമുള്ളവർക്കും പല രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് തന്നെയാണ്. അപ്പം ഡ്രഗ്സിൻ്റെ അഡിക്ഷനിലൂടെ വരുന്ന കോൺസിക്വൻസ് ഇപ്പോൾ ഡ്രിങ്ക്സിനെ അപേക്ഷിച്ചും അല്ലെങ്കിൽ ഗെയിംസിനെ അപേക്ഷിച്ചും മറ്റുള്ളവരെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ലഹരി വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർ സമൂഹത്തിൽ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ആക്ച്വലി അവരുടെ ഷെയിംലെസ് ആണ്, നാണം പോകുന്നു, അപ്പോൾ ധൈര്യം കൂടുന്നു. അപ്പോൾ ആ ക്രൈംസ് ചെയ്യാനുള്ള, സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ, ഒരു ടെൻഡൻസി അവരിൽ വരുന്നു. പിന്നെ അവരറിയാതെ തന്നെ, നമ്മൾ ഈ ഓട്ടോമാറ്റിക് നെർവസ് സിസ്റ്റമാണ് അവിടെ. അപ്പോൾ നമുക്ക് രണ്ട് ബ്രെയിനിൻ്റെ പ്രത്യേകതകളെ പറ്റി ഞാൻ പറഞ്ഞു, ഇമോഷണൽ ബ്രെയിനും കോഗ്നിറ്റീവ് ബ്രെയിനും. അപ്പോൾ ഭൗതിക മസ്തിഷ്കവും വൈകാരിക മസ്തിഷ്കവും. അപ്പോൾ വൈകാരിക മസ്തിഷ്കം നമുക്കൊരു ചലഞ്ച്, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമുക്ക് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ വിവേകം മാറിപ്പോകുന്നു. വികാരങ്ങൾ വിവേകത്തെ കീഴടക്കി കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുക, ക്രൈംസ് ചെയ്യുക, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മർഡർ ചെയ്യുക, അഡിക്ഷൻസിലേക്ക് പോവുക, നിയന്ത്രണ വിധേയമല്ലാതായി പോകും. ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു ബ്രെയിനിൻ്റെ ഫങ്ഷൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കോഗ്നിറ്റീവ് ബ്രെയിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ കുട്ടികളുടെ ഇമോഷണൽ ബ്രെയിനെ സപ്രസ് ചെയ്തുകൊണ്ട് അവരെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലും മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള ആർട്സ്, സ്പോർട്സ് എന്നിവയിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്യും. അതിലുള്ള വൈകാരിക നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ പോസിറ്റീവാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കോഗ്നിറ്റീവ് ബ്രെയിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സും നമ്മൾ പാരൻസും നമ്മൾ സമൂഹം ഒന്നടങ്കം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടികളെ ലഹരി എന്നുള്ള ഏറ്റവും വലിയൊരു ആപത്ത്, ഏത് ലഹരിയാണെങ്കിലും ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിൽ നിന്ന് വിമുക്തി നേടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധവൽക്കരണം, ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഇമോഷൻസ്, ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഹോർമോൺ ഇംബാലൻസ് നമ്മൾ അസസ് ചെയ്ത്, ചിലതിന് കൗൺസിലിംഗ് മാത്രം മതിയാവും, മറ്റേതിന് നമുക്ക് റെമഡിയേഷനും തെറാപ്പിയും എല്ലാം ആവശ്യമായിട്ട് വരും. ഇത് കറക്റ്റ് ടൈമിൽ ക്യാച്ച് ദം ചെയ്യാം, എത്രയും നേരത്തെ കണ്ടുപിടിച്ച് റെമഡിയേഷനും തെറാപ്പിയും വേണ്ടവർക്ക് അത് കൊടുക്കുക. അങ്ങനെ വന്നാൽ നമുക്കൊരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. താങ്ക് യു.